ഗതിയറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ജനത. ഇക്കണ്ട കാലം അത്രയും അധ്വാനിച്ചതും സമ്പാദിച്ചതും ഒന്ന് കണ്ണടച്ചു തുറക്കും മുമ്പേ അപ്രത്യക്ഷമായി. സമാനതകളില്ലാത്ത ദുരന്തം വയനാട് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഭാഗങ്ങളെ തൂത്തെറിഞ്ഞപ്പോൾ ഇല്ലാതായത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനവും മഹിമയും അനുഭവിച്ചവർ ഇപ്പോൾ മറ്റൊരാളുടെ സഹായത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തിരിച്ചുപിടിക്കുവാൻ ആവാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 30-ാം നാൾ. ഇനിയും കണ്ടെത്താനാകാത്ത 78 പേർ. 3 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ മഹാദുരന്തത്തിന് 1 മാസം തികയുമ്പോൾ 8 കിലോമീറ്ററോളം ദൂരം തീർത്തും ശൂന്യമാണ്. 62 കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ തുടച്ചു മാറ്റപ്പെട്ടു. പ്രകൃതി രമണീയമായ ഒരു നാട് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ചെളിമണ്ണിൽ ആഴ്ന്നു പോയിരുന്നു. ജീവൻ കയ്യിലെടുത്ത് പലരും ഓടിയെടുത്തത് ഒറ്റപ്പെടലിന്റെ ഏകാന്തതയിലേക്കാണ്. ചെളിയിൽ കുതിർന്ന അനക്കമറ്റ ജീവനുകൾ പുറത്തെടുക്കുമ്പോൾ കണ്ടു നിന്നവർക്ക് പോലും മരവിപ്പിന്റെ തണുപ്പായിരുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൂട്ടസംസ്കാരവും ഇവിടെ നടന്നു. ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചും ചാലിയാറിന്റെ തീരങ്ങളിൽ തേടി നടന്ന് മൃതദേഹം കണ്ടെടുത്തവരെയും വിസ്മരിക്കുവാൻ ആവില്ല. വയനാടിന് ഇനി വേണ്ടത് അതിജീവനത്തിന്റെ വഴികളാണ്. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നും സഹായം നൽകാമെന്ന വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക സഹായങ്ങളും വീടുപണി, പഠനോപകരണങ്ങൾ, മരുന്ന് എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് മാത്രമാണ് ചെന്നെത്തുന്നത്. പുനരധിവാസ പദ്ധതികളോടൊപ്പം കൃഷി, കന്നുകാലി വളർത്തൽ പോലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് തുടർന്നും അത് ചെയ്യുവാനുള്ള ഭൗതിക സാഹചര്യം ഭരണാധികാരികൾ ഉറപ്പുവരുത്തണം. 1 സെന്റിൽ തുടങ്ങി ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്തവരുണ്ട്. ആടും കോഴിയും ഫാമുകളുമായി ഉപജീവനം ചെയ്തവരുമുണ്ട്. തകർന്നുപോയ സ്വപ്നങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം. അതിനുള്ള സാഹചര്യവും ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസവും സർക്കാർ നൽകണം. സഹായത്തിനും സഹതാപത്തിനും അപ്പുറം സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുന്നതാകണം ഓരോ പദ്ധതികളും. ദുരന്ത നിവാരണ നിഘണ്ടുവിൽ ബിൽഡ് ബാക്ക് ബെറ്റർ എന്നൊരു പ്രയോഗമുണ്ട്. പുനരധിവാസത്തിനൊപ്പം ഭാവിയിലെ അപായ സൂചനകളെ മുന്നിൽ കണ്ട് അതിനെ ചെറുക്കുവാൻ ആകും വിധം ദുരന്ത ഭൂമികളിൽ പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ വീടുകളുടെ രൂപകൽപ്പനയും ആവാസ പരിസരത്തിന്റെ ക്രമീകരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരവും പാരിസ്ഥിതിക സുസ്ഥിരതയും വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഹ്രസ്വകാല പദ്ധതികളോടൊപ്പം ദീർഘകാല പദ്ധതികൾക്കും ഊന്നൽ കൊടുക്കണം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ദുരന്ത തീവ്രത കുറയ്ക്കുന്നതിനുള്ള പരിശീലനങ്ങൾ, സ്വകാര്യ പങ്കാളിത്തം എന്നിവയാണ് ദീർഘകാല പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ടത്. റോഡുകൾ, പാലങ്ങൾ എന്നിവ കാലതാമസം ഇല്ലാതെ തന്നെ നിർമ്മിക്കുവാൻ കഴിയുമെങ്കിലും മലഞ്ചെരുവുകൾ പഴയപടി ആക്കുന്നതിനും നദീതടം വൃത്തിയാക്കുന്നതിനും കൂടുതൽ സമയം വേണ്ടിവരും. ഉരുൾപൊട്ടൽ പ്രവചിക്കുക കൂടുതൽ പ്രയാസകരമാണ്. എന്നാൽ കാലാവസ്ഥാ വിഭാഗം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, IIT റൂർക്കി, വനം വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നിവയുടെ പിന്തുണയോടെ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനാകും. അതുപോലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും സംസ്ഥാന ജില്ലാതലത്തിൽ വിദഗ്ധരുടെ പരിശീലനം നേടാൻ സംവിധാനം ഒരുക്കണം. പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതോടെ ഫണ്ടിംഗ് കൂടുതൽ ലഭ്യമാകും. അതോടൊപ്പം ദുരന്ത മേഖലകളിലെ VIP സന്ദർശനങ്ങൾക്ക് പ്രത്യേക പ്രോട്ടോകോൾ സംവിധാനം ഉണ്ടാക്കണം. അതില്ലെങ്കിൽ സന്ദർശനങ്ങൾ ദുരന്ത മേഖലയിൽ കൊടുക്കേണ്ട ശ്രദ്ധയേക്കാൾ അധികമായി VIP-കളിലേക്ക് തിരിയുന്നതിന് കാരണമാകും. ഭരണപരമായ മെല്ലപ്പോകൽ മറ്റൊരു വെല്ലുവിളിയാണ്. ദുരിതബാധിതർക്ക് വീടിനുള്ള ഗ്രാന്റ്, സംഭാവനകൾ ഗുണഭോക്താക്കൾക്ക് എത്രയും പെട്ടെന്ന് കൈമാറണം. വായ്പാ തിരിച്ചടവിൽ ഇളവ് അനുവദിക്കുകയോ കടം എഴുതിത്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ വേണം. പലിശരഹിത വായ്പ, പലിശ കുറഞ്ഞ വായ്പാ സൗകര്യങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് കൊടുക്കുവാൻ നിയമങ്ങൾ കൊണ്ടുവരണം. NDRF-ൽ നിന്നുള്ള സഹായത്തിനായി നിവേദനം സമർപ്പിക്കുക. NDRF-ന് കീഴിൽ ദുരന്ത ആഘാതം കുറയ്ക്കുന്നതിനും കേന്ദ്ര പദ്ധതികളിൽ നിന്നുമുള്ള വിഹിതം കൂട്ടാനുമുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം. നബാർഡ് മുഖേനയുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സൗകര്യവും പെട്ടെന്ന് തന്നെ സർക്കാർ ഉണ്ടാക്കണം. സഹായങ്ങൾ നൽകി അത് സ്റ്റാറ്റസ് ആക്കി വെച്ചും അപേക്ഷകൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയും
ആത്മാഭിമാനമുള്ള ഒരു ജനതയെ ഇനിയും കുത്തിനോവിക്കരുത്. സഹതാപം നിറഞ്ഞ വാക്കുകളല്ല, അധ്വാനിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടാകാതെ ഒരു നാടിന്റെ പുനഃസ്ഥാപനത്തിനും വീണ്ടെടുപ്പിനും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനകീയ പ്രതിബദ്ധത നിറവേറ്റണം. ഇനിയുമൊരു ദുരന്ത ഭൂമിയാകുവാൻ ഇവിടം വിട്ടുകൊടുത്തുകൂടാ.